സഹോദരങ്ങളെ, ചില പ്രത്യേക നന്മകൾ പറഞ്ഞുകൊണ്ട് ആ നന്മയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിൽപ്പെട്ട ഒന്നാണ് ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യുന്നവരെയും ശുദ്ധിയുള്ളവരെയും ഇഷ്ടപ്പെടും. തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്തു പോയ തിന്മകളിൽ നിന്ന് മനസ്സിനെ ശുദ്ധീകരിക്കലാണ്. മുതതഹ്ഹിർ എന്ന് പറഞ്ഞാൽ ശാരീരികമായ ബാഹ്യമായ ശുദ്ധിയാണ്. കുളിക്കുക, വുളു എടുക്കുക, വസ്ത്രമലക്കുക, വൃത്തിയോടെ നടക്കുക. അതും പാപങ്ങളിൽ നിന്ന് ഹൃദയത്തെ വൃത്തിയാക്കുന്നവരെയും അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 222-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹു പഠിപ്പിച്ചു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നീതി കാണിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ. സബറുള്ളവരെ, ക്ഷമാശീലരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. മുത്തഖീങ്ങളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. മുത്തഖീങ്ങളെ, തഖ്വ കാണിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നിങ്ങനെ ചില പ്രത്യേക ഗുണഗണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് കുറഞ്ഞു പോയാലും പതിവായി ചെയ്യുക എന്ന ശീലം നമുക്കുണ്ടെങ്കിൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്. അള്ളാഹുവിന് കർമ്മങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് അദ്വമുഹ വ ഇൻ ഖല്ല. അത് കുറഞ്ഞു പോയാലും പതിവായി ചെയ്യുന്നവയാണ്. സ്ഥിരമായി ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് കുറഞ്ഞു പോയാലും റബ്ബിനേറെ ഇഷ്ടം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്. അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കർമ്മങ്ങളിൽപ്പെട്ടതാണ് സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ നിന്നെക്കൊണ്ട് ഒരു സന്തോഷമുണ്ടാക്കാൻ സാധിച്ചാൽ, നിൻ്റെ ഒരു വാക്കുകൊണ്ട്, നിൻ്റെ ഒരു പുഞ്ചിരി കൊണ്ട്, നിൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട്, നിൻ്റെ സാമ്പത്തികമായൊരു പിന്തുണ കൊണ്ട് ഒരാൾക്ക് സന്തോഷം ലഭിച്ചാൽ നീ ചെയ്യുന്ന കർമ്മങ്ങളിൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന കർമ്മമായി അത് മാറുമെന്നാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, ദിക്റുകൾ ചൊല്ലി മരിക്കാൻ സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് കൊണ്ട് മരിക്കാൻ നമുക്ക് സാധിച്ചാൽ റബ്ബിനേറെ ഇഷ്ടമാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്. അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കർമ്മങ്ങളിൽ പെട്ടതാണ് അൻതമൂത, നീ മരിക്കൽ, വലിസാനുക റതുബും മിൻ ദിക്രില്ലാഹ്. അള്ളാഹുവിനെ ഓർക്കുന്ന പച്ച പിടിച്ച നാവുമായി, റബ്ബിനെ സ്മരിക്കുന്ന നനഞ്ഞ നാവുമായി നീ മരിക്കൽ അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. തിരുദൂതർ പഠിപ്പിക്കുകയാണ്, അഹബ്ബുന്നാസി ഇലല്ലാഹ്. മനുഷ്യരിൽ അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളവർ അൻഫഉഹും ലിന്നാസ്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ്. ആളുകൾക്ക് ഉപദ്രവം ചെയ്യാതെ ആളുകൾക്ക് ഉപകാരം ചെയ്ത് പരോപകാരിയായി ജീവിക്കുന്നുവെങ്കിൽ മനുഷ്യരെ, നിങ്ങളിൽ അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളവൻ അവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അഹബ്ബു ഇബാദില്ലാഹി ഇലല്ലാഹ്. അള്ളാഹുവിന് അവൻ്റെ അടിമകളിൽ ഏറെ ഇഷ്ടമുള്ളവർ അഹ്സനുഹും ഖുലുഖാ. നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണ്. പരിക്കന സ്വഭാവക്കാരെയല്ല, ധാർഷ്ട്യം കാണിക്കുന്നവരെയല്ല, മിതമായി സംസാരിക്കുന്നവരെ, സ്നേഹത്തോടെ ഇടപഴകുന്നവരെ, സൽസ്വഭാവിയായി മറ്റുള്ളവരോട് പെരുമാറുന്നവരെ അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അഹബ്ബുൽ ഖുലൂബി ഇലല്ലാഹ്. അള്ളാഹുവിന് ഹൃദയങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഹൃദയം അൽയനുഹാ വ അറഖുഹാ. അതിൽ ലോലത കാണിക്കുന്ന, മയം തോന്നുന്ന കടുത്ത ഹൃദയമുള്ളവരെയല്ല, കഠിന ഹൃദയമുള്ളവരെയല്ല, മറിച്ച് ലോല ഹൃദയമുള്ളവരെയാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സ്വഭാവം മാത്രമല്ല, കർമ്മം മാത്രമല്ല, ദിക്റുകൾ മാത്രമല്ല, വാചകങ്ങൾ മാത്രമല്ല, പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഭക്ഷണത്തിൽ പോലും റബ്ബിനേറെ ഇഷ്ടമേതെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. റസൂലുള്ളാഹി പറയാണ്, അഹബ്ബുത് തുആമി ഇലല്ലാഹ്. ഭക്ഷണത്തിൽ അള്ളാഹുവിന് ഏറെ ഇഷ്ടം മാ കസ്റത്ത് അലൈഹിൽ ഐദി. കൂടുതൽ കൈകൾ തിന്നുന്ന ഭക്ഷണമാണ്. കൂടുതൽ കൈകൾ അഥവാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അതാണ് റബ്ബിനേറെ ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ പ്രാരംഭ പ്രാർത്ഥനകളിൽ പലതിൽ ഒന്നാണല്ലോ നാം ചൊല്ലുന്ന സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറകസ്മുക വതആലാ ജദ്ദുക വലാ ഇലാഹ ഗൈറുക. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്ന അഹബ്ബൽ കലാമി ഇലല്ലാഹ്. ഇന്ന അഹബ്ബൽ കലാമി ഇലല്ലാഹ്. അള്ളാഹുവിന് നിങ്ങൾ പറയുന്ന വാചകങ്ങളിൽ ഏറെ ഇഷ്ടമുള്ള വാചകമാണ് അയ്യഖൂലൽ അബ്ദു, ഒരു അടിമ പറയൽ, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറകസ്മുക വതആലാ ജദ്ദുക വലാ ഇലാഹ ഗൈറുക. പ്രാരംഭ പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ബഅഇദ് ബൈനി വബൈന ഖതായായ പോലുള്ള, വജ്ജഹ്തു വജ്ഹി ലില്ലദീ പോലുള്ള പ്രാരംഭ പ്രാർത്ഥനയായി ചൊല്ലാൻ റസൂലുള്ളാഹി പഠിപ്പിച്ച ചെറിയൊരു പ്രാർത്ഥനയാണ് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറകസ്മുക
വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. റബ്ബിനേറെ ഇഷ്ടമുള്ള വാചകമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അതേ ഹദീസിൽ കാണാം, വഇന്ന അബ്ഗദൽ കലാമി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറെ വെറുപ്പുള്ള വാചകം അയ്യഖൂല റജുലു ലിറജുലി ഇത്തഖില്ലാ, ഒരാൾ മറ്റൊരാളോട് നീ അല്ലാഹുവിനെ സൂക്ഷിക്കണട്ടോ, നീ നന്നാവണട്ടോ എന്ന് പറയുമ്പോൾ ഫയഖൂലു അലൈക നഫ്സക്, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, എന്നെ നന്നാക്കാൻ വരണ്ട എന്ന് പറയലാണ് റബ്ബിനേറെ വെറുപ്പ് എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, 4 നന്മകൾ ചേർത്ത് പറഞ്ഞു പ്രവാചകൻ. നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ഹദീസാണ്. റസൂലുള്ള പറയുകയാണ്, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, വജബത്തു മഹബ്ബത്തി ലിൽ മുതഹാബ്ബീന ഫിയ, എൻ്റെ പേരിൽ, ദീനിൻ്റെ പേരിൽ, ആദർശത്തിൻ്റെ പേരിൽ പരസ്പരം ഇഷ്ടപ്പെടുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. വവജബത്തു മഹബ്ബത്തി ലിൽ മുതജാലിസീന ഫിയ, ദീനിനു വേണ്ടി ഒരുമിച്ചിരിക്കുന്നവരെ. സഹോദരങ്ങളെ, ഈ ഇരുത്തം ദീനിനു വേണ്ടിയുള്ളൊരു ഇരുത്തമാണ്. നാം ഖുർആൻ പഠിക്കാൻ, ഫിഖ് പഠിക്കാൻ, ഹദീസുകൾ പഠിക്കാൻ ക്ലാസുകളിൽ വന്നിരിക്കുമ്പോൾ അത് ദീനിൻ്റെ പേരിലുള്ള ഇരുത്തമാണ്. നമ്മൾ നന്മകൾ ചർച്ച ചെയ്ത് കൂടിയാലോചിച്ച് ഒരു മീറ്റിംഗ് കൂടുമ്പോൾ അത് ദീനിൻ്റെ പേരിലുള്ള ഇരുത്തമാണ്. റസൂലുള്ള പറയാണ്, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വവജബത്തു മഹബ്ബത്തി ലിൽ മുതജാലിസീന ഫിയ, എൻ്റെ മാർഗത്തിൽ ഒന്നിച്ചിരിക്കുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. വവജബത്തു മഹബ്ബത്തി ലിൽ മുതസാവിരീന ഫിയ, എൻ്റെ മാർഗത്തിൽ പരസ്പരം സന്ദർശിക്കുന്നവരെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് കാണുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. വവജബത്തു മഹബ്ബത്തി ലിൽ മുതബാദിലീന ഫിയ, എൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരെ, ധനം വിനിയോഗിക്കുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഇത്തരം നന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ റബ്ബിൻ്റെ ഇഷ്ടം അതിലൂടെ നേടിയെടുക്കാൻ നമുക്ക് കഴിയുമെന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം.